ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി പുഴമീൻ കറിയാണ് കേട്ടോ സെറ്റാക്കാൻ പോകുന്നത്. അതിനായിട്ട് എനിക്കിവിടെ കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറി വെക്കുന്ന രീതി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കൂടുതലായിട്ട് ഉള്ളത് മാലാനാണ്. ഇതിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെ മാല എന്നാണ് പറയാറുള്ളത്. ഇനി ഞാൻ ഇതൊന്നും നന്നാക്കി കാണിച്ചു തരാം. ഞങ്ങളുടെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നന്നാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് ഒരുപാട് തൊലിയുള്ള മീനാണ് കേട്ടോ. മീൻ നന്നാക്കാൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ മുള്ളു കുത്താണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സാവധാനം ഇത് നന്നാക്കിയെടുക്കാം. ചിലർ ഇതിൻ്റെ തല യൂസ് ചെയ്യാറില്ല കേട്ടോ, പക്ഷെ ഞാൻ ഇതിൻ്റെ തലക്കെ എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലെ ചെളുക്കൊക്കെ കളഞ്ഞിട്ടാണ് തലെടുക്കുന്നത്. ഇതുപോലെയാണ് ഈ മീൻ ഞങ്ങളുടെ വീട്ടിൽ നന്നാക്കാറുള്ളത്. ഇനി ഞാൻ മൊത്തത്തിൽ നന്നാക്കി കൊണ്ടുവരട്ടെ. മീനെല്ലാം ഞാൻ നന്നാക്കി എടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് നന്നാക്കി വാഷ് ചെയ്യുന്നത്, കാരണം ഇതിലൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. ഉപ്പിട്ട് കഴുകുമ്പോൾ ഈ ബാഡ് സ്മെല്ല് മാറി കിട്ടും. മീനെല്ലാം എന്താ ഞാൻ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ 3 പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇത് കൈ കൊണ്ട് നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക. അങ്ങനെ ടൊമാറ്റോ എല്ലാം ഞാൻ നന്നാക്കി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും. നേരത്തെ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള അത്രയും പുളി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി പുളി മുന്നോട്ട് നിൽക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഞാൻ ആവശ്യത്തിന് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലേശം ഒരു തിക്നെസ്സിൻ്റെ കുറവുണ്ട്. കുറച്ചും കൂടെ മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂണും കൂടെ. ഇത്ര തിക്നെസ്സിനാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്യാസ് തുറന്നു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പില പറിക്കാൻ വന്നതാണ്. കറിവേപ്പിലെല്ലാം ഞാനിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മഴ പെയ്തിരുന്നു കേട്ടോ. അങ്ങനെ കറിവേപ്പൊക്കെ നന്നാക്കി വാഷ് ചെയ്തു. ഏകദേശം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. റൗണ്ടിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് ഇതൊന്ന് നന്നാക്കി ഉടച്ചു കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ ഉടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറിയെല്ലാം ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ഉടച്ചു വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിയും കൂടെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് മീൻ പൊരിക്കാൻ എടുത്തിരുന്നു. സെയിം മീൻ തന്നെ കേട്ടോ ഇത്. അങ്ങനെ മീനെല്ലാം പൊരിച്ചു. ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറെടുത്തു, ഉപ്പേരി, പപ്പടം. നമ്മുടെ അടിപൊളി കറിയാണ് കേട്ടോ. ഈ മീൻ പെട്ടെന്ന് ഉടയുന്ന ടൈപ്പാണ്. അപ്പോൾ ഉടയാണ്ട് കോരിയെടുക്കുക. ഈ കറിക്ക് ഉണ്ടല്ലോ അടിപൊളി സ്മെല്ലും അടിപൊളി ടേസ്റ്റും കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇതുപോലത്തെ മീൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലക്ഷ്യം ലെസ് ഇൻഗ്രീഡിയൻസ് ആൻഡ് മോർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഞാൻ ചോറെടുത്തു, ഉപ്പേരി, പപ്പടം, മീൻ പൊരിച്ചതൊക്കെ എടുത്തിട്ട് ഇന്നത്തെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകും.